നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ കൊടകര പോലീസിന്റെ പിടിയിലായി. ദേശീയപാത 544 ഗതാഗത കുരുക്ക്. നിർമ്മാണ പുരോഗതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. വാർത്തകൾ വിശദമായി. മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7-ാം തീയതി മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ പരമ്പരകളിലെയും ഇതര ആശ്രമങ്ങളിലെയും ശ്രേഷ്ഠ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാധികാരിയുമായ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് വിഷയാവതരണം നടത്തി. സ്വാമി നന്ദാത്മജാനന്ദ, സ്വാമി വേദാമൃതപുരി, സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി. MV മധുസൂദനൻ സ്വാഗതവും സത്യൻ കുറുവത്ത് നന്ദിയും പറഞ്ഞു. എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വിശേഷപ്പെട്ട പറയുകയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മത്തിന് കുറെ അധികം വീഴ്ചകൾ, ലോപം, ക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചെടുക്കുക. ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ധർമ്മത്തിന്റെ ചില ലക്ഷണങ്ങൾ, ചില ലക്ഷണങ്ങൾ സമാജത്തിൽ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കുന്നുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ലക്ഷണങ്ങൾ ഉണ്ടാകണം. അത് ധർമ്മത്തിന്റെ പാതകൾ. ഈ പ്രദേശത്തുള്ള ക്ഷേത്ര ഭാരവാഹികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. വർത്തമാന കാല കേരളത്തിൽ ഹൈന്ദവ സമാജം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വരുന്ന വെല്ലുവിളികൾ, വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും കുടുംബ മേഖലകളിലും യുവത്വങ്ങൾക്കിടയിലും ഒക്കെ ധാർമ്മികമായ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ കൊടകര പോലീസിന്റെ പിടിയിലായി. കൊടകര പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ പേരുള്ള കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി തച്ചനാടൻ വീട്ടിൽ റനീഷ് 33 വയസ്സ്, കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി എങ്ങട്ടായി വീട്ടിൽ രാഹുൽ 34 വയസ്സ്, മാടായിക്കോണം കുഴിക്കാട്ടുകോണം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷ് 32 വയസ്സ് എന്നിവരെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. 16-ാം തീയതി ഉച്ചയോടെയാണ് കേസിനാസ്പദമായ സംഭവം. കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ബാഗിഷിൻ്റെ വീട്ടിലേക്ക് മാരകായുധങ്ങളായ കത്തിയും ഇരുമ്പ് പൈപ്പുകളുമായി അതിക്രമിച്ചു കയറി വീടിനുള്ളിൽ വച്ചും വീടിന് പുറത്തേക്ക് വലിച്ചിറക്കിയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, GSI ബിനോയ് മാത്യു, GASI മാരായ ഗോകുലൻ, ആഷ്ലിൻ, GSCPO സജീഷ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായി.
ദേശീയപാത 544 ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. മുമ്പ് നൽകിയ നിർദ്ദേശങ്ങളിൽ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി നാറ്റ്പാക്ക്, പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ ഹൈവേ എഞ്ചിനീയറിംഗ് വിഭാഗം, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സംഘത്തെ കളക്ടർ ചുമതലപ്പെടുത്തി. ഈ സംഘത്തിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കളക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പരിഹരിക്കാൻ ബാക്കിയുള്ളവയിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAIയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവീസ് റോഡുകളിൽ നിന്ന് പ്രധാന പാതയിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലെ വീതി കുറവ്, അപര്യാപ്തമായ ഓട സംവിധാനങ്ങൾ, സർവീസ് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിലെ അപാകത, നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും അപകടകരമായ കുഴികളുള്ള ഭാഗങ്ങളിലും ആവശ്യമായ സുരക്ഷാ ബാരിക്കേഡുകളുടെ അഭാവം എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കും. കളക്ടർ രൂപീകരിച്ച സംഘം ഈ വിഷയങ്ങളിൽ വിശദമായ പരിശോധന നടത്തി ഇൻ്ററിം ട്രാഫിക് മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിപ്പാത നിർമ്മാണത്തിൽ നേരിടുന്ന കാലതാമസത്തെക്കുറിച്ചും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. ആളൂർ പള്ളിത്തറ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ പരാതിക്കാരിയായ യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ചേർപ്പിൽ വെച്ച് സീറ്റിൻ്റെ സൈഡിലൂടെ കൈയിട്ട് യുവതിയുടെ ദേഹത്തെ സ്പർശിക്കുകയായിരുന്നു. ഇയാൾക്ക് മാള, ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 കവർച്ചാ കേസുകളിലും ഒരു അടിപിടി കേസിലും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാരായണമംഗലത്ത് വെച്ച് ബസ്സിടിച്ച് കാൽനടയാത്രക്കാരൻ മരണപ്പെടാൻ ഇടയായ കേസിലും അടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO ഷാജൻ MS, SI സുബിന്ദ് KS, GS CPO സിൻഡി ജിയോ, CPOമാരായ അർജുൻ KS, സുധീൻ PS എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലിത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. അതിരൂപതയിൽ ഒരു പതിറ്റാണ്ട് മെത്രാപ്പൊലിത്തയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയായത് തൂങ്കുഴിയായിരുന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മുള്ളൂർക്കരയിലെ മഹാജൂബിലി BEd കോളേജ്, മുളയം മേരിമാത മേജർ സെമിനാരി, പെരിങ്ങണ്ടൂരിൽ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന മാർ കുണ്ടകുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, കുരിയച്ചിറ സെൻറ്റ് ജോസഫ് TTI എന്നിവ സ്ഥാപിക്കാൻ നേതൃത്വം നൽകി. 1930 ഡിസംബർ 13 പാല വിളക്കുമാടത്ത് കുര്യപ്പൻ റോസ ദമ്പതികളുടെ 4ാമത്തെ മകനായി ജനനം. 1947 വൈദിക പരിശീലനം ആരംഭിച്ചു. ആലുവ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലെ പ്രൊപ്പഗാന്ത കോളേജിലേക്ക് അയച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മലബാറിലേക്ക് കുടിയേറി. റോമിൽ വെച്ച് 1956 ഡിസംബർ 22 വൈദിക പട്ടം സ്വീകരിച്ചു. ലാറ്ററൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയതിന് ശേഷമാണ് കേരളത്തിൽ തിരിച്ചെത്തിയത്. തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ സെക്രട്ടറി, ചാൻസലർ, മൈനർ സെമിനാറി റെക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഇതിനിടയിൽ ന്യൂയോർക്ക് ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടി. തലശ്ശേരി രൂപതയുടെ വയനാട്, കർണാടക ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മാനന്തവാടി രൂപത 1973 രൂപീകൃതമായപ്പോൾ പ്രഥമ മെത്രാനായി. 1995 അദ്ദേഹം താമരശ്ശേരി രൂപത അധ്യക്ഷനായി. 1997 മാർ ജേക്കബ് തൂങ്കുഴി തൃശൂർ അതിരൂപത അധ്യക്ഷനായി നിയമിതനാകുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം, സഹായ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപേടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് സെക്രട്ടറി പ്രതീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെജി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ദീപക്, നിഷ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ പരിധിയിലെ വിജയരാഘവപുരം, പുലയനഗരം, പുറമ്പോക്കിലെ അപേക്ഷകർക്കുള്ള പട്ടയ വിതരണം ഉടൻ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിയമസഭയിൽ അറിയിച്ചു. ദീർഘനാളായി പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLA നൽകിയ
ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൊരട്ടി മേലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കന്നുകാലി മേച്ചിൽപ്പുറം പുറമ്പോക്കിലെ താമസക്കാരായ അപേക്ഷകർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും നിലവിൽ നികുതി അടയ്ക്കുകയും എന്നാൽ പട്ടയരേഖകളോ പകർപ്പുകളോ കൈവശമില്ലാത്ത കൊടകര നാടുകുന്ന് പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടതായ ഘട്ടങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. കനാലുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ കനാൽ സംബന്ധമായ ആവശ്യങ്ങൾ കഴിച്ചുള്ള ഭൂമിയിലെ സ്ഥിരതാമസക്കാരായ അർഹതയുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാമെന്നുള്ള നിലപാട് ജലവിഭവ വകുപ്പ് അറിയിച്ചതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. വീട് വെച്ച് താമസിക്കുന്നുണ്ട്. പഞ്ചായത്ത് പുറമ്പോക്ക്, റോഡ് പുറമ്പോക്ക്, മേച്ചിൽപ്പുറങ്ങൾ, വണ്ടി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ കൊടകര പോലീസിന്റെ പിടിയിലായി. ദേശീയപാത 544 ഗതാഗത കുരുക്ക്. നിർമ്മാണ പുരോഗതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.